തിരൂരങ്ങാടി വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഭൂമി സ്വകാര്യ വ്യക്തിക്ക് ഗതാഗത ആവശ്യത്തിന് ലീസിന് നൽകിയതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി.കെ. ഫിറോസ് ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധവും രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയുള്ളതുമാണെന്ന് നിയാസ് പുളിക്കലകത്ത്. പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഇടപെടലുകളും തന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1,00,000-ലധികം ജനസംഖ്യയുള്ളതും 2 അംശവും 5 ദേശങ്ങളിലുമായി കിടക്കുന്ന തിരൂരങ്ങാടി വില്ലേജ് ഓഫീസിന്റെ ശോചനീയാവസ്ഥ റവന്യൂ വകുപ്പിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും സ്മാർട്ട് വില്ലേജ് ഓഫീസ് സ്ഥാപിക്കുന്നതിന് പുരാവസ്തു വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ലഭ്യമാക്കി സ്മാർട്ട് വില്ലേജിന് 50 ലക്ഷം രൂപ അനുവദിക്കുകയും തുക അനുവദിക്കാനായി LDF നേതൃത്വത്തെ കൂട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുവാനും സാധിച്ചിട്ടുണ്ടെന്നും തിരൂരങ്ങാടി മണ്ഡലത്തിന്റെ വികസനങ്ങളുടെ അട്ടിപ്പേർ അവകാശപ്പെടുന്ന ലീഗിന് ഈ പദ്ധതിയുമായി യാതൊരു ബന്ധവുമില്ലാത്തതിന്റെ ജാള്യത മറച്ചുപിടിക്കാനാണ് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലുള്ള വില്ലേജ് ഓഫീസ് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റണമെന്ന് സ്ഥലം MLA KPA മജീദ് റവന്യൂ അസംബ്ലിയിൽ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വില്ലേജ് മാറ്റം രാഷ്ട്രീയ താൽപര്യത്തിനു വേണ്ടി പുകമറ സൃഷ്ടിച്ച് സ്മാർട്ട് വില്ലേജ് നിർമ്മാണ പദ്ധതി അട്ടിമറിക്കാനാണ് യൂത്ത് ലീഗ് സമരരംഗത്തിറങ്ങിയിട്ടുള്ളത്. പൊതുസമൂഹം വസ്തുതകൾ യാഥാർത്ഥ്യബോധത്തോടെ ഉൾക്കൊള്ളണമെന്നും സത്യം മനസ്സിലാക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ നിയാസ് പുളിക്കലകത്ത് പറഞ്ഞു. നമ്പർ കിട്ടി, ഈ ആക്സസോട് കൂടി തന്നെ എല്ലാ കാര്യങ്ങളും കിട്ടിയത്. പിന്നെ ഒരു സുപ്രഭാതത്തിൽ അന്നത്തെ റവന്യൂ നോട്ടീസ് കൊടുക്കുക, ഈ ഭൂമി PWയുടേതല്ല, ഇത് റവന്യൂവിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസിന് പോയതും UDF ഭരിക്കുന്ന സമയത്താണ്. പിന്നെ ഇത് ഈ PWD റോഡിൻ്റെ തരത്തിലാണ് ഞങ്ങളുടെ ആധാരത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ പൊസഷൻ സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത്, തൻ്റെ പേരിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ള രൂപത്തിലേക്കാണ് ആ കേസിന് പോണത്. ആ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ലീസിന് അനുവദിക്കാൻ, സ്ഥലം ഒരിക്കലും വിൽക്കുവാനുള്ള അധികാരം റവന്യൂവിന് ഇല്ലാത്തതുകൊണ്ട് ലീസിന് അനുവദിക്കാൻ 3/4 സെന്റ് സ്ഥലത്തിന് അതിൻ്റെ കമ്പോള വിലയായ 7,92,000 രൂപയുടെ 10% എല്ലാ വർഷവും ലീസ് എമൗണ്ട് കൊടുത്തുകൊണ്ട് ലീസിന് നൽകുവാനുള്ള കോടതി ഉത്തരവ് നടപ്പിലാക്കാനാണ് ഇവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചിട്ടുള്ളത്. അത് അവരുടെ ന്യായം. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിലോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ എന്നുള്ള രൂപത്തിൽ എൻ്റെ ഇടപെടലുണ്ടായിട്ടുണ്ടെന്ന് P.K. ഫിറോസിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാധ്യമ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമെങ്കിലൊന്ന് തെളിയിക്കാം. ഒരു 100 കുടുംബങ്ങളിലേക്ക് ഈ 3/4 സെന്റ് സ്ഥലം നല്ല പൈസ വാങ്ങിയിട്ട് 6,000-7,000 രൂപ ഒരു മാസം ലീസ് വാങ്ങി സർക്കാർ കൊടുത്താൽ 70,000-80,000 രൂപ ലീസ് എമൗണ്ട് വരും ഒരു കൊല്ലത്തേക്കത്. 3/4 സെന്റ് സ്ഥലം, ആ 3/4 സെന്റ് സ്ഥലം ലീസിന് കൊടുത്താൽ ഇവിടെ 100ഓളം കുടുംബങ്ങളിലേക്ക് അതിൻ്റെ ഗുണം എത്തുകയാണെങ്കിൽ സർക്കാർ അതന്നെയല്ലേ ചെയ്യേണ്ടത്? അത് മനസ്സിലാക്കാൻ പോലുമുള്ള ഒരു വിവരം യൂത്ത് ലീഗിന് ഇല്ലാതെ പോയതാണ് വലിയ വിവാദം. മൂത്ത ലീഗാണെങ്കിൽ കുഴപ്പമില്ല, വയസ്സന്മാരാന്ന് വിചാരിക്കുക. യൂത്ത് ലീഗ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ചിന്താശക്തിയുള്ള ആളുകളാണ് നമ്മളൊക്കെ ചെറുപ്പക്കാർ. ഞാനൊക്കെ ചെറുപ്പക്കാരുടെ പ്രതിനിധിയാണ്. അങ്ങനെ ചിന്തിച്ചാൽ അതിൻ്റെ ഗുണമെന്ത് ദോഷമെന്ന് ചിന്തിക്കുന്ന ആളുകൾ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി വന്നുകൊണ്ട് പറയുന്ന അപക്വമായ ചില പരാമർശങ്ങൾ കാലഘട്ടത്തിൽ തിരുത്തേണ്ടതാണ് എന്നുള്ള വ്യക്തമായൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ഒരു പത്രസമ്മേളനത്തിന് വരുന്നത്. ആരെയും വിമർശിക്കാനൊന്നുമല്ല. K. മൊയ്തീൻ കോയ, CP നൌഫൽ, CT ഫാറൂഖ് തുടങ്ങിയവർ പങ്കെടുത്തു. CTV ന്യൂസ് തിരൂരങ്ങാടി. മാംഗല്യ സ്വപ്നങ്ങൾ പൂർണ്ണമാവാൻ മാനസ സിൽക്സ് ആൻഡ് സാരീസ്, ചെമ്മാട്, മണ്ണാർക്കാട്.